Hello and welcome back to Pandey's Academy. So 29 August 2024 ഹിന്ദു അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് പേജിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല. ഒരു പൊളിറ്റിക്കൽ ടച്ചിൽ വരുന്ന ന്യൂസുകളാണ് കൂടുതലും വരുന്നത്. സോ നമുക്ക് ന്യൂസ് പേജിലേക്ക് പോവാം. ഓക്കെ, ന്യൂസ് പേജിൽ വരുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെന്റർ ഹോൾഡ്സ് മീറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓവർ വർക്ക് പ്ലേസ് സേഫ്റ്റി ഓഫ് ഡോക്ടേഴ്സ്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു അഡീഷൻ മാത്രമായിട്ട് അറിയിക്കുക. ബിക്കോസ് റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് ഹെഡുമായിട്ടൊക്കെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന്റെ സേഫ്റ്റി, വർക്ക് പ്ലേസിലെ സേഫ്റ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡിസ്കഷൻസ് മാത്രമാണ് നടന്നിട്ടുണ്ടായത്. ജസ്റ്റ് ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്തായിരുന്നു അവരെടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ സേഫ്റ്റി എൻഷുർ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇന്ത്യ സൈൻസ് റിപ്പീറ്റ് ഓർഡർ ഫോർ 73,716 റൈഫിൾസ് ഡെലിവറീസ് ബൈ 2025 എൻഡ്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് റൈഫിൾസ് ആണ് ഇൻസാസ് റൈഫിൾ. ദാറ്റ് മീൻസ് ഇന്ത്യൻ നാഷണൽ സ്മോൾ ആംസ് സിസ്റ്റംസ്. ഓക്കെ, സോ ഇതാണ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗണ്ണുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യ മേക്ക് ചെയ്തിട്ടുള്ളത്. സോ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിലവിൽ US നിന്നാണ് നമ്മൾ ഈ ഒരു 6716 റൈഫിൾസുകൾ പ്രൊക്യൂർ ചെയ്യുന്നത്. പുറത്തിരിക്കുക എവിടെ നിന്നാണ് പ്രൊക്യൂർ? US നിന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. 6716 റൈഫിൾസ് ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ 6716 റൈഫിൾസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കിയാൽ മാത്രം മതി. ബാക്കി നമുക്ക് ഇൻസാസ് റൈഫിൾസുകൾ നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് മേടിച്ചിരിക്കുകയാണ് ഇൻസാസ് റൈഫിൾസ്. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ അറൌണ്ട് 6,456 crores അപ്രൂവ്ഡ് ഫോർ റെയിൽവേ പ്രൊജക്ട്സ്. അപ്പം ഏകദേശം 6,000 crores റെയിൽവേ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ന്യൂ റെയിൽവേ പ്രൊജക്ട്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ് ഈ ഒരു ഫണ്ട് അലോക്കേഷൻസ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് CCEA അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. സോ ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഇതിന്റെ ചെയർമാൻ ആരൊക്കെയായിരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ CCEA പറ്റിയിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സൂചന നൽകിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റെയിൽവേ പ്രോജക്റ്റ് കൊണ്ട് നിലവിലുള്ള നുവാപാര അതുപോലെ തന്നെ ഈസ്റ്റ് സിംഗ്ഭൂം എന്ന് പറഞ്ഞിട്ടുള്ള 2 ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സിനെ കണക്ട് ചെയ്യണമെന്നും കൂടി ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ നോക്കാനുള്ളത് എന്താണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്. ഓക്കെ, ഇന്ത്യയിൽ ചില ഡിസ്ട്രിക്ട്സിനെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ അതെന്താണെന്ന് നോക്കുക, അതിന്റെ കാറ്റഗറൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ള കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈ റെയിൽവേ പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് PM ഗതിശക്തി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊജക്ടിന്റെ അണ്ടറിലാണ്. അപ്പൊ എന്താണ് PM ഗതിശക്തി എന്നുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, സോ എന്തിനാണ് ഈ ഒരു റെയിൽവേ പ്രൊജക്ടുകൾ? ആൻഡ് ദെൻ ഫൈനൽ ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു പോയിന്റ് ആണ്. സോ എന്തിനാണ് ഈ റെയിൽവേ പ്രൊജക്ടുകൾ? ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കൊമോഡിറ്റീസ് സച്ച് ആസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഫെർട്ടൈൽസ്, കോൾ, അയൺ ഓർ സ്റ്റീൽ, സിമെന്റ് ആൻഡ് ലൈംസ്റ്റോൺ. അപ്പൊ മെജോറിറ്റി ഈ ഒരു റെയിൽവേ പ്രൊജക്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോർ ഏരിയയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ ഫോർ കൊമോഡിറ്റീസ് ആണ്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സിനേക്കാൾ കൂടുതൽ കൊമോഡിറ്റീസ് ആണ് കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് ആ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. പ്യൂർലി പ്രിലിംസ് പോയിന്റ് ഓഫ് ആർട്ടിക്കിൾ ആണ്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ പ്രിലിംസ് പോയിന്റ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന. എന്താണ് ജൻധൻ യോജന? സോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം ജൻധൻ യോജന എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് വഴി ഏകദേശം 2.3 lakhs crores ഓഫ് ഡെപ്പോസിറ്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ജൻധൻ യോജന എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ബാങ്കിങ് ലിറ്ററസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ബാങ്കിങ് സിസ്റ്റം ആയിരുന്നു ഏകദേശം എല്ലാവർക്കും ഈ ഒരു ജൻധൻ അക്കൗണ്ടുകൾ വേണം എന്നുള്ളത്.
സോ അതിലൂടെ ഏകദേശം 2.3 lakhs crores ഓഫ് ഡെപ്പോസിറ്റുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ജൻധൻ യോജന അക്കൗണ്ടുകൾ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ആർക്കാണ്? ഈ റൂറൽ വുമൺ പോപ്പുലേഷനാണ് കൂടുതലും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം കൂടുതൽ അവർക്ക് ഫണ്ട് അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റും കൂടി ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വുമൺ എംപവർമെന്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻസിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജൻധൻ അക്കൗണ്ടുകൾ എങ്ങനെയാണ് വുമൺ എംപവർമെന്റിന് സാധിച്ചതെന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. വളരെ നല്ല എക്സാമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ, എഫക്റ്റീവ് പോളിസിംഗ് നീഡഡ് ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ യൂണിയൻ ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസിംഗ് സിസ്റ്റം നമുക്ക് ഇവിടെ ആവശ്യമായിട്ട്, ദാറ്റ് മീൻസ് എക്കണോമിക് ഗ്രോത്തിന്. അപ്പൊ എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ നമുക്കിപ്പോൾ റീസെന്റ് ആയി നടന്നിരിക്കുന്ന ഇഷ്യൂസുകളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടി ഈ ഒരു ആർട്ടിക്കിൾസിന്റെ ഉള്ളിൽ ക്രക്സ് പോയിന്റ് ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ഇതില് ഇൻ ഫാക്ച്വൽ ബേസിൽ ഈ ഒരു ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുള്ളത് പുതിയ ക്രിമിനൽ ലോസ്, അതുപോലെ തന്നെ അത് പുതിയ വന്നിരിക്കുന്ന ക്രിമിനൽ ലോസുകൾ എപ്പോഴും സിറ്റിസൺ സെൻട്രിക് റിഫോംസ് ആണ്, അല്ലെങ്കിൽ വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോസ് ആണ് കൂടുതലും. കൂടുതൽ പണിഷ്മെന്റിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന എന്താണ്, വിക്ടിമിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൂടുതൽ വിക്ടിം സെൻട്രിക് ആണെന്നാണ് പറയുന്നത്. അപ്പം കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. എന്നിരുന്നാലും മാത്രമാണ് നമുക്ക് ഇവിടുത്തെ ഒരു എക്കണോമിക് ഗ്രോത്ത്, കാരണം ഇത്തരത്തിൽ ഇഷ്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല വിഭാഗത്തിലുള്ള ആളുകളും ഇതിനകത്തേക്ക് മുൻനിരയിലേക്ക് വരാൻ ശ്രമിക്കില്ല. അതിലൂടെ എന്ത് സാധിക്കും, എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. എസ്പെഷ്യലി ഈ വുമൺ സെക്ടേഴ്സിലേക്ക് വരുന്ന സംഭവം. ഓക്കെ, വർക്കിംഗ് പ്ലേസിൽ കൂടുതൽ വുമൻസിന് ഇത്തരം ഇഷ്യൂസുകൾ നേരിടുകയാണെങ്കിൽ അവർ ജോബിന് പോകുന്ന കുറയും. അതൊക്കെ എക്കണോമിക് ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വുമൺ എംപവർമെന്റ് എക്കണോമി ആയിക്കോട്ടെ പൊളിറ്റി ആയിക്കോട്ടെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വുമൺ എംപവർമെന്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ കോഴ്സുകൾ കണക്ട് ചെയ്ത് എഴുതാൻ സാധിക്കും. Then next article, Cabinet approves private FM radio in 234 more cities. അപ്പം റീസെന്റ് ആയി നടന്നിരിക്കുന്ന ഈ ഓപ്ഷനിലൂടെ ഏകദേശം 730 പ്രൈവറ്റ് FM ചാനൽസുകൾ അക്രോസ് ദ കൺട്രി 234 സിറ്റീസിൽ 730 പ്രൈവറ്റ് FM ചാനൽസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ലൈസൻസ് ഫ്രീ അല്ലെങ്കിൽ ഗ്രോസ് റവന്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ലൈസൻസ് ഫീ ആയിട്ട് ആനുവൽ ലൈസൻസ് ഫീ ആയിട്ട് ഏകദേശം 4% ഗ്രോസ് റവന്യൂ എക്സ്ക്ലൂഡിങ് GST ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ന്യൂസിൽ നമുക്ക് CAGR എന്ന് എന്താണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം കേട്ടോ. എന്താണ് CAGR എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. നമുക്ക് ഒരു ആർട്ടിക്കിളിൽ അതിൽ പറഞ്ഞിട്ടില്ല, എന്നാലും CAGR ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. Then next article, Center offers discussion with the unions on labor codes. അപ്പോൾ റീസെന്റ് ആയിട്ട് യൂണിയൻ ലേബർ മിനിസ്റ്ററി മൻസുഖ് മന്ദവ്യ നടത്തിയിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ ഒരു മീറ്റിംഗിന്റെ അകത്ത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് ലേബർ ഇൻസെന്റീവ് സ്കീംസ്. അപ്പം BMS ഉണ്ടായിരുന്നു, CTU ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലേബർ ഇൻസെന്റീവ് സ്കീംസ്, ഓക്കെ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ELI സ്കീംസിനെ പറ്റി ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു ELI സ്കീംസ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. തീർച്ചയായിട്ടും പ്രിലിംസിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഓക്കെ, കൂടുതലും ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ കൂടുതൽ എടുക്കുന്ന കമ്പനീസ് ഏതാണോ അവർക്ക് കൂടുതൽ ഇൻസെന്റീവ്സ് നൽകുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ UPS, അതുപോലെ തന്നെ OPS ഓൾഡ് പെൻഷൻ സ്കീം, അതുപോലെ തന്നെ യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ പറ്റിയിട്ടും ഈ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. CTU പറഞ്ഞിട്ടുള്ളത് ഓൾഡ് പെൻഷൻ സ്കീം തന്നെ കൊണ്ടുവരണം. ബിക്കോസ് UPSന്റെ അകത്ത് അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ അകത്ത് വ്യക്തമായിട്ടുള്ള ഒരു എന്താണ് റെഗുലേറ്ററി മെഷർമെന്റ് നിങ്ങൾ കാണിച്ചിട്ടില്ല. തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അതിന്റെ ഡിസ്കഷൻ എന്താണ് നടന്നത് നമുക്ക് ആവശ്യമായിട്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഇവിടെ നമുക്ക് ELI പറഞ്ഞിട്ടുണ്ട്, UPS പറഞ്ഞിട്ട്, OPS പറഞ്ഞിട്ടുണ്ട്. സെയിം തിങ് അതെന്താണെന്ന് അറിയിക്കുക, അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്താണോ ആ ഒരു ആർട്ടിക്കിൾ എന്താണോ ആ പോയിന്റ് മനസ്സിലാക്കുക, അതിനുശേഷം അതിന്റെ അപ്ഡേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. Then next article, Union Cabinet redesigns Agri Infra Fund to cover FPOs. ഓക്കെ, അപ്പം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രിലിംസ് പോയിന്റ് പോലെ നോക്കുക. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാൽ എന്താണ്? അപ്പം ഇതിലൂടെ കൂടുതൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ കൂടുതൽ എക്സ്പാൻഷൻ
അറൌണ്ട് 1 lakh crores റുപ്പീസിന്റെയും കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ FPOസിന് കൂടുതൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക, കൂടുതലും ജോബ് ക്രിയേഷൻ നടത്തുക. അപ്പം ഗവൺമെന്റ് പല രീതിയിലും ജോബ് ക്രിയേഷൻ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ജോബ് ക്രിയേഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ നമുക്ക് ഈ വരുന്ന മെയിൻസിൽ തന്നെ ഒരു ജോബ് ക്രിയേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണ്, FPOs എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലുള്ള ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഫർദർ ട്രാൻസ്മിഷൻ ഓഫ് ചന്ദിപുര വൈറസ് പോസിബിൾ ഇൻ കമ്മിങ് വീക്സ് വാൺസ് WHO. അപ്പൊ എന്താണ് ചന്ദിപുര വൈറസ് എന്നുള്ള കാര്യങ്ങൾ? CHPV വൈറസ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 20 ഇയേഴ്സിന് ശേഷം WHO നോട്ടിഫൈ ആയിട്ടുള്ളത് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഈ ഒരു ചന്ദിപുര വൈറസ് ഇൻഫെക്ഷനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വൈറസിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ സാൻഫ്ലൈസ് അതുപോലെ തന്നെ മോസ്കിറ്റോസ് ആൻഡ് ടിക്സ് ഇതുവഴിയാണ് ഇതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പം പ്രിലിംസ് പോലെ ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ ചന്ദിപുര വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഏത് വഴിയാണ് ആളുകളിലേക്ക് എത്തുന്നത്, ഓക്കെ, ഇത് കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. ദെൻ ഇത് ക്യൂറബിൾ ഡിസീസ് ആണ് ചോദിക്കാം. അപ്പോൾ പ്യൂർലി ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആണ്, ബട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ആവശ്യമാണ് അല്ലെങ്കിൽ ഏർലി ഇന്റൻസീവ് കെയർ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് കൂടുതലും ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 years ഓൾഡിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ, ലങ്സിലൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണൽ സിസ്റ്റത്തിലാണ് കൂടുതലും ഈ ഒരു വൈറസ് ബാധിക്കുന്നത്. അപ്പം ഈ ഒരു വൈറസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട്. ഇപ്പൊ ചന്ദിപുര വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഇത് എവിടെ വന്നു അല്ലെങ്കിൽ എവിടെയാണ് ഏർലി ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇതിന് കാരണം, ഇത് കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ അല്ലെങ്കിൽ ഇത് ക്യൂർ ചെയ്യാൻ സാധിക്കും, മറ്റ് ഫീച്ചേഴ്സും കൂടി ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഡിസീസ് ബേസ്ഡ് വരുന്ന സമയത്ത് 1-2 ഡിസീസുകളൊക്കെ വരും. UPSC പൊട്ടൻഷ്യൽ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് എൻവയോൺമെന്റ് ഇഗ്നോർഡ് ഇൻ കൺസിഡറിംഗ് സൈറ്റ്സ് ഫോർ നിക്കോബാർ ഐലൻഡ്സ് പ്രോജക്ട് സേസ് ജയറാം. ഓക്കെ, ഇത് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ പ്രൊജക്ടിനെതിരെയുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പം ഈ ഒരു പ്രൊജക്ട് ഈ ഒരു ജയറാം രമേശ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർലി ഒരു ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ക്രൈറ്റീരിയൽ മാത്രമാണ്, ഒരിക്കലും ഒരു എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ചെക്ക് ചെയ്യാതെയാണ് ഈ ആൻഡമാൻ നിക്കോബാറിലേക്കുള്ള 72,000 crores ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മോസ്റ്റ്ലി നിക്കോബാർ ഐലൻഡ്സ്, ഓക്കെ, നിക്കോബാർ ഐലൻഡ്സിലെ ഗാലത്തിയ ഐലൻഡ്സിലൊക്കെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ എക്സ്പാൻഷൻ വരുന്നത്. അപ്പൊ ഗാലത്തിയ പോലത്തെ ഐലൻഡ്സുകൾ നമുക്ക് നിക്കോബാറിലെ ഐലൻഡാണ് ഗാലത്തിയ ഐലൻഡ്സ്. ഈ ഗാലത്തിയ ഐലൻഡ്സിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ടെർട്ടിൽ കൺസർവേഷൻസ് നടക്കുന്ന ഏരിയ ആണ്. ഓക്കെ, ആമകളൊക്കെ സംരക്ഷിക്കുന്ന ഏരിയയാണ് ഗാലത്തിയ ഐലൻഡ്സ്. അപ്പം അതുപോലെ തന്നെ ടെർട്ടിൽ കൺസർവേഷൻ, അതുപോലെ തന്നെ കോറൽസിന്റെ കൺസർവേഷൻ, ടെർട്ടിൽസ് നെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയൊക്കെയാണ് ഈ ഒരു ഗാലത്തിയ ഐലൻഡ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ എന്ന ലെവലില് അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പാൻഷൻ എന്ന ലെവലിൽ 72,000 crores ഒരു പ്രൊജക്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാനുള്ളത് നമുക്കറിയാം, സ്ട്രൈറ്റ് ഓഫ് മലാക്കയിൽ നടക്കുന്ന ഇഷ്യൂസുകളും അല്ലെങ്കിൽ സൗത്ത് ചൈന സീയിൽ നടക്കുന്ന ഇഷ്യൂസുകളൊക്കെ കൊണ്ടാണ് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, ഈ ഒരു ഡിഫൻസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് അവിടെ ആ ഒരു ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ നോക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഒരു ആർട്ടിക്കിൾ പറയാനുള്ളത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ അല്ലെങ്കിൽ CRZ സോൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക എന്താണ് CRZ സോൺസ്, CRZ 1A, CRZ 2B എന്ന് തുടങ്ങിയിരിക്കുന്ന സോണുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾസ് അല്ല സോറി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ടൂറിസ്റ്റിന്റെയും അതുപോലെ തന്നെ ഇല്ല എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വരും, അത് ആ ഒരു എക്കോസിസ്റ്റത്തിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കും. Then moving on to next article, wanted a strategy to turn climate research into disaster management. Climate research into disaster management. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസിൽ ഈ ക്ലൈമറ്റ് റിസർച്ച് നമുക്ക് എത്രത്തോളം നിലവിലുള്ള ഏർലി വാർണിംഗ് സിസ്റ്റംസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഈ ക്ലൈമറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഡിസാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡിസാസ്റ്റർ നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല, നിർത്താൻ പോലും അതിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, കാരണം പ്രിപ്പയർനെസ് വളരെ കുറവാണ്. അപ്പൊ മോസ്റ്റ്ലി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ IMDയുടെ ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ആണ്.
ഓക്കെ, നമ്മൾ ഡിസാസ്റ്റേഴ്സ് റീസെന്റ് നടന്നിരിക്കുന്ന പല ഡിസാസ്റ്റർ ആണെങ്കിൽ ലോക്കൽ സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പം അത്തരത്തിലുള്ള ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ വെതർ സിസ്റ്റം അല്ലെങ്കിൽ ഡോപ്ലർ റഡാർ സിസ്റ്റംസ് ഒന്നും നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ലോക്കൽ ലെവൽ ഡിസാസ്റ്റർ റെസ്പോൺസുകൾ കൊണ്ടുവരാം. അപ്പൊ കൂടുതലും പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ്. അപ്പം അവിടെയുള്ള ഓരോ ലോക്കൽ ഏരിയാസിലുള്ള കമ്മ്യൂണിറ്റീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. സോ എങ്ങനെയാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വാർണിംഗ് സിസ്റ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരോട് ഈ ഒരു പ്രോപ്പർ ആയിട്ട് IMD ആയിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് എല്ലാ ഏരിയാസിനകത്തേക്കും ഈ റഡാർസുകളും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ട്. എന്നിരുന്നാൽ പോലും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ലെവലിൽ കമ്മ്യൂണിറ്റി ലെവൽ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാണ് മനസ്സിലത്. ഓക്കെ, അപ്പം സ്കിൽ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക്. ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അർബൻ ഫ്ലഡ് പ്രൊഡക്ഷൻസ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇറിഗേഷൻ അഡ്വൈസറീസ്, അഗ്രികൾച്ചർ സെക്ടേഴ്സിലേക്ക് ഇറിഗേഷൻ അഡ്വൈസറീസ് എങ്ങനെയായിരിക്കണം. പിന്നെ കാരണം അഗ്രികൾച്ചർ സെക്ടേഴ്സിനകത്തുള്ള ഓവർ ഇറിഗേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലൈമറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക ഈ ഒരു ആർട്ടിക്കിൾ എന്താണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ, പ്രിലിംസിലും മെയിൻസിലും വരുന്ന ആർട്ടിക്കിൾ ആണ് ഹൈ എമൗണ്ട് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക് ഇൻ ഇന്ത്യൻ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്. അപ്പൊ UPSC പഠിക്കുന്നതിന്റെ മറ്റൊരു ഉപകാരമായിട്ടും കൂടി കണ്ടോളൂ. പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകൾ കൂടുതലും യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓർത്തിരുന്നോളൂ, ഹൈ എമൗണ്ട് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സുകൾ നമ്മുടെ ഇന്ത്യൻ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫേസ് വാഷും അതുപോലെ തന്നെ ജെല്ല് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് മറ്റ് കൺട്രീസിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്സുകൾ കാണാൻ സാധിക്കാറില്ല. ഓക്കെ, മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബീഡ്സ് ആണ്. മൈക്രോൺസ് വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബീഡ്സുകളാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്നുള്ളത്. അപ്പൊ കൂടുതലും ഇത് കണ്ടുവരുന്നത് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകളാണ്. ഷവറിംഗ് ജെൽ അല്ലെങ്കിൽ ഫേസ് വാഷ് പോലത്തെ ഐറ്റംസിനാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. പോളി എത്തിലീൻ അല്ലെങ്കിൽ PE എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു പേരാണ് പോളി എത്തിലീൻ. ഓക്കെ, ഒരു ഡോമിനർ ആയിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് ആണ് നമുക്ക് ഈ PCBയിൽ കൂടുതൽ കാണപ്പെടുന്നത്. പോളി എത്തിലീൻ ഓർത്തിരിക്കും, പോളി എത്തിലീൻ എന്നുള്ള പേരൊന്നും ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ 2022 മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കുറച്ച് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകളെ റിസർച്ചിന് വേണ്ടി എടുത്ത സമയത്ത് അതിൽ അറൌണ്ട് 40% പ്രൊഡക്റ്റുകൾ എക്കോ ഫ്രണ്ട്ലി, നാച്ചുറൽ ആൻഡ് ഓർഗാനിക് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയിരിക്കുന്നത്. ബട്ട് അറൌണ്ട് 23.33% പ്രൊഡക്ട്സിന്റെ അകത്ത് കൂടുതലും ഈ സെല്ലുലോസ് മൈക്രോ ബീഡ്സുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ബയോഡീഗ്രേഡബിൾ ആണ്. ബിക്കോസ് അത് ബയോഡീഗ്രേഡബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ പോലും അൺക്ലിയർ ആണ്. അപ്പൊ കൂടുതൽ ഈ മൈക്രോ പ്ലാസ്റ്റിക് കൺസപ്ഷൻ നമ്മളിലേക്ക് വരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസുകൾ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ സാധിക്കും. ഓക്കെ, ഓവർ ഈ മൈക്രോ പ്ലാസ്റ്റിക്സുകൾ നമ്മുടെ ഈ ഒരു ഡീഗ്രേഡബിൾ ആയിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഈ റിവേഴ്സിലും കാര്യങ്ങൾ എത്തുന്ന സമയത്ത് അത് ഓഷനിലെത്തുകയും സെയിം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കൺസ്യൂം ചെയ്യുന്ന ഫിഷസുകൾ ഉണ്ടായിരിക്കും, മറ്റ് മറൈൻ ഓർഗാനിസം ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഭക്ഷണമാക്കുകയും ചെയ്യും. സോ അങ്ങനെയോ നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക്സുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താം. അപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്സുകളിൽ ഒരു ഡേഞ്ചർ ഐറ്റമാണ്. അപ്പൊ നിങ്ങളുടെ ഡിസ്കഷൻ വരുന്ന സമയത്ത്, നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്ന സമയത്ത് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം. ഓക്കെ, UPSC ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്സിനകത്ത് പോളി കാപ്രോ ലാക്ടോൺ ടൈപ്പ് ഓഫ് ബയോ പ്ലാസ്റ്റിക്സ് സാമ്പിൾസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പോളി കാപ്രോ ലാക്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബയോ പ്ലാസ്റ്റിക്സുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റി ഏജിങ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ, ആന്റി ഏജിങ് ടാബ്ലറ്റ്സുകൾ അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ കോൺസിസ്റ്റൻസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പോളി കാപ്രോ ലാക്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബയോ പ്ലാസ്റ്റിക്സുകൾ കണ്ടുവരുന്നത്. അപ്പൊ ബയോ പ്ലാസ്റ്റിക് കുറച്ചുകൂടെ ഡീഗ്രേഡബിൾ ആണ്, ബയോ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. പല കൺട്രീസും US, UK, കാനഡ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് തുടങ്ങിയിരിക്കുന്ന പല കൺട്രീസും പലതരത്തിലുള്ള പ്രൊഡക്ഷൻസുകൾ അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്ന ഇത്തരം പ്രൊഡക്റ്റുകൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ത്യയിലെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈക്രോ ബീഡ്സുകളും മൈക്രോ പ്ലാസ്റ്റിക്സുകളും ഉപയോഗിച്ചിരിക്കുന്ന പല പ്രൊഡക്റ്റുകളും ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ എപ്പോഴും ഒരു വളരെ വലിയൊരു മാർക്കറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇന്ത്യയിൽ ഇതിന് റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളില്ല. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PCBന്റെ അകത്ത്
ഈ മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലും ഈ കോഫി, ആപ്രിക്കോട്സ്, വാൽനട്ട്, കിവി സീഡ്സ്, അതുപോലെ തന്നെ സോല്യൂബിൾ ആയിട്ടുള്ള സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള സെല്ലുലോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള തരത്തിലുള്ള എന്ത് ഉപയോഗിക്കാം, കോസ്മെറ്റിക് പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇങ്ങോട്ട് നെക്സ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലേക്ക് വരികയാണ്. എ സൈലന്റ് ഡെമോക്രാറ്റിക് ബാക്ക്ലാഷ് ഇൻ സൗത്ത് ഏഷ്യ. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാനിലൊക്കെ നടന്നിട്ടുള്ള ഒരു ഡെമോക്രസിയുടെ മുകളിലുള്ള ഒരു കടന്നുകയറ്റം. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിൾസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേണ്ട ഒരു ആർട്ടിക്കിൾ മാത്രമാണ്. അപ്പൊ ആർട്ടിക്കിളിന്റെ ക്രക്സ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ നിന്ന് ഒരു അതോറിറ്റാനിസം അല്ലെങ്കിൽ ഒരു മിലിറ്ററി കൂപ്പിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പൊ ഇതിൽ മിലിറ്ററി കൂപ്പിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല, എന്നിട്ടെങ്കിൽ പോലും ഒരു അതോറിറ്റാനിസം, മിലിറ്ററി അതോറിറ്റാനിസം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഈ ആർട്ടിക്കിൾസിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം റീസെന്റ് ആയിട്ട് നമ്മുടെ നെയ്ബർ കൺട്രീസിൽ നടന്നിരിക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി ചേഞ്ചിങ്, ദാറ്റ് മീൻസ് ഡെമോക്രസിയിൽ നിന്ന് ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റിലേക്കുള്ള ചേഞ്ചിങ് നടന്നതും, അതുപോലെ തന്നെ ഇവൻ ഇന്ത്യൻ കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിലും ഈ ആർട്ടിക്കിൾസിൽ വളരെ ചെറിയ രീതിയിൽ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇന്ത്യ എങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ നിന്ന് കൂടുതലും ഒരു എക്സിക്യൂട്ടീവ് ഓവർ റീച്ചിലേക്കാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഗവൺമെന്റ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആണ് കൂടുതലും കാര്യങ്ങൾ കൈയാളുന്നത്. ദാറ്റ് മീൻസ് ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരിക്കലും ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എസ്പെഷ്യലി ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കളുടെയും പേരുകളും നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾസിൽ ഒരു ക്രിട്ടിസൈസേഷൻ ആണ് പറയുന്നത്. ബട്ട് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ആ ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റിൽ നിന്ന് ഒരു നോർമൽ ഡെമോക്രസിയിൽ നിന്ന് അതോറിറ്റേറിയൻ ഗവൺമെന്റിലേക്ക് എങ്ങനെ പോകുന്നു. എസ്പെഷ്യലി സൗത്ത് ഏഷ്യൻ കൺട്രീസിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ കൺട്രീസിലാണ് ഇത്തരത്തിലുള്ള ചേഞ്ചിങ് നടക്കുന്നത്. അതാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചില കൺട്രീസിൽ നടന്നിരിക്കുന്ന ഇഷ്യൂസുകൾ, ഇന്റേണൽ ഇഷ്യൂസുകളാണ് പറയുന്നത്. അപ്പം IR നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. നെക്സ്റ്റ്, വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇതിൽ ഇന്ത്യയുടെ ഒരു റോൾ, ഓക്കെ, ആസ് എ മീഡിയേറ്റർ റോളാണ് ഈ ആർട്ടിക്കിൾ നോക്കുന്നത്. അപ്പം റീസെന്റ് ആയിട്ട് ഈ റഷ്യൻ പ്രസിഡന്റുമായിട്ടും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ടും വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെ റീസെന്റ് ആയിട്ട് ഒരു ഫോൺ സംഭാഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതലും അതിനകത്ത് ഫോക്കസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മീഡിയേഷൻ ഗവൺമെന്റ് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിന്റെ മീഡിയേഷൻസ് നടത്തുന്നത്. ഓക്കെ, അത് പല തരത്തിലുള്ള, ഇപ്പൊ ഉക്രൈൻ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ റഷ്യ ഉക്രൈൻ ഇഷ്യൂസിന്റെ അകത്താണെങ്കിൽ പോലും അത് കുറക്കുന്നതിന് വേണ്ടി ഒരു മീഡിയേഷൻ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ഇഷ്യൂസ് വരുന്ന സമയത്താണെങ്കിലും ഒരു മീഡിയേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതലും ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ. അപ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ബ്രിക്സ് സമ്മിറ്റിന് വേണ്ടിയിട്ട് UN സമ്മിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ ഒരു റോൾ എങ്ങനെയാണ്, ഒരു പീസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ റോൾ എങ്ങനെയാണ്. ഇപ്പൊ ഇവൻ 1950s പോലും പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഉള്ള സമയത്ത് നമ്മുടെ സോവിയറ്റ് ലീഡേഴ്സുമായിട്ടൊരു മീഡിയേഷൻ ടോക്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഈ ഓസ്ട്രിയൻ ഏരിയയിൽ നിന്ന് സോവിയറ്റ് റഷ്യ അവർ പിൻവലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോസ്റ്റ് വാറിന് ശേഷം. അപ്പം ഇന്ത്യക്കൊരു മുൻ കാലഘട്ടത്തിൽ ഒരു മീഡിയേഷൻ ടോക്സ് നടത്താൻ ഒരു പൊട്ടൻഷ്യൽ ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയും നമുക്ക്, കാരണം ഒരിക്കലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള പോളിസികൾ എടുക്കാത്ത ഒരു കൺട്രി ലോകത്ത് ഇന്ത്യ മാത്രമാണ്. അപ്പൊ ഇന്ത്യ എപ്പോഴും ഒരു മീഡിയേഷൻ ടോക്കിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം IRലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ എഴുതാൻ പറ്റുന്ന നമുക്ക് 2-3 എക്സാമ്പിൾസ് മാത്രം മതി. ഇന്ത്യയുടെ മീഡിയേഷൻ ടോക്സ് എങ്ങനെയാണ് നടക്കുന്നത്. ഇവൻ റീസെന്റ് ആയി നടന്നിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാറിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു മീഡിയേഷൻ ടോക്സ്. അപ്പൊ റഷ്യ ഉക്രൈൻ വാറിന്റെ മീഡിയേഷൻ ടോക്സിനാണ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യ സംസാരിച്ചെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസിലേക്ക് US-ന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ US-ന്റെ ഒരു സപ്പോർട്ട് ഫോർ ഇസ്രായേൽ, സോ അതിനെ എങ്ങനെ കർബ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് US-ഉമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്, ഇന്ത്യയുടെ മീഡിയേഷൻ ടോക്സ് എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ഫോർ അനദർ ആർട്ടിക്കിൾ, ഷാർപ്പനിങ് ഇന്ത്യാസ് ആന്റി ട്യൂബർക്യുലോസിസ് ഫൈറ്റ്. അപ്പൊ ഈ ഒരു TB ആയി ബന്ധപ്പെട്ടിട്ട്, അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ഓവർ ബേർഡൻ ആണ്.
ഇപ്പൊ ട്യൂബർക്യുലോസിസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ഓവർ ബർഡൻ ആയിട്ട് കൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. ഓക്കെ, അറൌണ്ട് 25.1 ലാക്സ് പേഷ്യൻസുകൾ ഇവൻ 2023 കണക്കുകൾ മാത്രം പരിശോധിച്ച സമയത്ത് ഇന്ത്യയിലുണ്ട് TB പേഷ്യൻസ്, ട്യൂബർക്യുലോസിസ് പേഷ്യൻസ്. അപ്പം ഇതിന് ഇനി നമുക്ക് ഈ ട്യൂബർക്യുലോസിസ് പേഷ്യൻസിനെ എങ്ങനെ ക്യൂർ ചെയ്യാം, എങ്ങനെയാണ് ഏർലി ഡിറ്റക്ഷൻ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്, നന്നായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 റെജീംസ് ഉണ്ട്. അപ്പോൾ ലോങ് ടേം റെജീംസ് ഉണ്ട്, ഷോർട്ട് ടേം റെജീംസ് ഉണ്ട്. അപ്പം WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു ഷോർട്ട് ടേം ഡ്രഗ് റെജീമാണ്, ഡ്രഗ് റെസിസ്റ്റന്റ് TBക്കെതിരെയുള്ള ഷോർട്ട് ടേം റെജീംസ്. അപ്പൊ ഇത് നമ്മളൊരു ക്യൂറിംഗ് പ്രാക്ടീസ് ആണ്. അപ്പൊ നമ്മളൊരു TB പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 2 റെജീംസിലാണ് നമ്മൾ മെഡിക്കേഷൻ നടത്താറുള്ളത്, ഒന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. അപ്പൊ WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ടേം റെജീംസ് ആണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു 18 to 24 മന്ത്സിന് പകരമായിട്ട് 13 to 14 മന്ത്സിനുള്ളിൽ ക്യൂർ ചെയ്യുന്ന ലെവലിലുള്ള ടാബ്ലറ്റ്സുകൾ. ഓക്കെ, ഒരു ഷോർട്ടർ 9 to 11 മന്ത്സ് പീരീഡിലാണ് ഷോർട്ടർ റെജീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഏകദേശം 4 to 5 ടാബ്ലറ്റ്സുകൾ ഇൻടേക്ക് ചെയ്യുക TB പേഷ്യൻസുകൾ. അങ്ങനെ ക്യൂർ ചെയ്യുന്ന മെത്തേഡുകൾ ഇന്ത്യ ഫോളോ ചെയ്യും. ഇപ്പൊ ഇന്ത്യ ഇതുവരെ എന്ത് ഫോളോ ചെയ്തിരുന്നു? ലോങ്ങർ ടേം മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്തത്. അപ്പൊ ഷോർട്ട് ടേമിൽ എത്രയും പെട്ടെന്ന് കർബ് ചെയ്യാൻ ശ്രമിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇതിനോട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് 2020 WHO റെക്കമെൻഡഡ് ദ ഷോർട്ടർ, സേഫർ ആൻഡ് മോർ എഫക്റ്റീവ് റെജീംസ് കോൾഡ് BPAL/M. ഇതാണ് ആ ഒരു ഷോർട്ടർ റെജീമിന്റെ ഒരു നെയിം. ഇപ്പം ഫിലിംസിനൊക്കെ ചോദിക്കും BPAL/M റീസെന്റ് സീൻ ഇൻ ന്യൂസ് റിലേറ്റഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഈ ഒരു പേര് കണ്ട അപ്പൊ ട്യൂബർകുലോസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TB പേഷ്യൻസിനെതിരെയുള്ള കാര്യമാണ്. ഒരു 4 to 5 ടാബ്ലറ്റ്സ് പെർ ഡേ ഏകദേശം 6 മന്ത്സിനുള്ളിൽ ട്രീറ്റ്മെന്റ് തീർക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓൾറെഡി ലോകത്ത് എല്ലായിടത്തുള്ള 80 കൺട്രീസോളം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷോർട്ട് ടേം റെജീംസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മാത്രമാണ് ഇത് റോൾ ഔട്ട് ചെയ്യാത്തത്. ഓക്കെ, പിന്നീട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏർലി ഡയഗ്നോസിസ്. അപ്പൊ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മുടെ COVID-19 സിറ്റുവേഷൻസിലൊക്കെ അല്ലെങ്കിൽ HIV ഇൻഫെക്റ്റഡ് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ GIS മാപ്പിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ആളുകൾ എവിടെയാണ് കൂടുതൽ വരുന്നത്. അപ്പം ഇത്തരം TB കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ GIS മാപ്പിംഗ് ബേസിക്കലി മീൻസ് എവിടെയാണ് കൂടുതൽ ആളുകൾ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ GIS മാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻസ് പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ദ നാഷണൽ TB പ്രിവലൻസ് സർവേ പറഞ്ഞിട്ടുള്ളത് ചെസ്റ്റ് എക്സറൈസ്, ഏകദേശം ചെസ്റ്റ് എക്സറൈസ് എടുക്കുന്ന സമയത്ത് 42.6% കേസസ് മിസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ TB കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെസ്റ്റ് എക്സ്റേ ആണ് എടുക്കാറുള്ളത്. അപ്പൊ ചെസ്റ്റ് എക്സ്റേയിൽ ഏകദേശം 42% ഈ കേസുകൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എറേഴ്സ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിറ്റക്ഷൻ കണ്ടീഷൻസ് കുറച്ചുകൂടി ലിവറേജ് ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പോർട്ടബിൾ എക്സ്റേ മെഷീൻസുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് വിത്ത് AI ഡ്രിവൺ ടൂൾസുകൾ എക്യൂപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സ് ഡിലേസുകൾ കുറക്കാൻ വേണ്ടിയിട്ട് ദെൻ കൂടുതലും ഈ ഒരു റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ് നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ്. റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റുകൾ നടത്തുക. ഓക്കെ, കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പി മെത്തേഡ്സ് ആണ് റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഫാസ്റ്റർ ഡിറ്റക്ഷൻ ആണ്. ഇപ്പൊ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TBസിനാണെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഈ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, TB ബന്ധപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൂടി ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ എസ്റ്റാബ്ലിഷിംഗ് കാർബൺ മാർക്കറ്റ്. ഇതിന്റെ ക്രക്സ് പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ PTA മെത്തേഡ് അല്ലെങ്കിൽ പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് എന്ന മെത്തേഡ്. അപ്പം നമ്മൾ കൂടുതലും എക്കണോമിക് ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പം എമിഷൻ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ എമിഷൻസ് എത്രത്തോളം കർബ് ചെയ്യുന്നു, കാരണം നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് ജനറേഷനോ ഇതിന് പകരമായിട്ട് കൂടുതലും എമിഷൻസുകൾ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം എത്രത്തോളം എമിഷൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം എക്കണോമിക് ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നെറ്റ് സീറോ കാർബൺ എമിഷൻസ്, പാരീസ് അഗ്രിമെന്റ്, ഇന്റർനാഷണൽ എനർജി ഏജൻസിനെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആളുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതിനെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേം ഉപയോഗിച്ചിട്ടുണ്ട്. എമിഷൻ ട്രേഡിംഗ് ഓഫൻ നോൺ ആസ് ക്യാപ്പ് ആൻഡ് ട്രേഡ്, മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച് ടു കൺട്രോളിംഗ് പൊല്യൂഷൻ. അതായത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ് ഈ ഒരു എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. UK-ലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എമിഷൻ ട്രേഡിംഗ്. ഇപ്പൊ എത്രത്തോളം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്രത്തോളം കാർബൺസ് അവർ യൂസ് ചെയ്തു, കാർബൺസിന് യൂസ് ചെയ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ച്, കാർബൺ ടാക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് എത്രത്തോളം കാർബൺസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള കാർബൺ ടാക്സുകൾ
അവർക്ക് ടാക്സ് റിഡക്ഷൻസ് അവർക്ക് ഉണ്ടായിരിക്കും ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ ഇതിൽ ഏകദേശം പിന്നെ നമ്മുടെ അക്യൂമുലേഷൻ ടാർഗറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് എത്രത്തോളം അക്യൂമുലേഷൻ ടാർഗറ്റുകൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. നമുക്ക് ഒരു എൻ ഡി സി ഉണ്ട്, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. അതായത് നെറ്റ് സീറോ കാർബൺ എമിഷൻ 2013 കൂടിയിട്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ ഉണ്ട്. വേൾഡ് ഓവർ ഉള്ള പാരീസ് അഗ്രിമെന്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനമായിരുന്നു 2030 കൂടി നെറ്റ് സീറോ കാർബൺ എമിഷനിൽ എല്ലാ കൺട്രിയും എത്തുക എന്നുള്ളത്. സോ അതിന് ഭാഗമായിട്ട് ഓരോ കൺട്രീസിലും ഓരോ കാർബൺ എമിഷൻസ് ടാർഗറ്റുകളാണ്. അപ്പം നമ്മൾ ഇന്ത്യ അതിന് പറഞ്ഞ പേരാണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഓരോ കൺട്രീസിലും ഡിഫറെന്റ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പം ഇന്ത്യൻ കേസിൽ എന്താണ് ഇന്ത്യയുടെ എൻ ഡി സി എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാട്ടോ. അപ്പൊ ഇന്ത്യയുടെ എൻ ഡി സി എന്ന് വെച്ചാൽ ചിലപ്പം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ കുറക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ പ്രൊഡക്ഷൻസ് കുറക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ UK പോകുന്ന സമയത്ത് അവിടെ സ്റ്റീൽ പ്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ മറ്റെന്തെങ്കിലും എൻ ഡി സി ആയിരിക്കും. അപ്പൊ കൂടുതലും എവിടെയാണോ കാർബൺസ് എമിറ്റ് ചെയ്യുന്നത് അതിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് എൻ ഡി സിയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ എൻ ഡി സി ടാർഗറ്റുകൾ എന്താണെന്ന് കാര്യങ്ങൾ നോക്കാം. നെക്സ്റ്റ് പറഞ്ഞ മറ്റൊരു ആർട്ടിക്കിൾ, ഇന്ത്യ ഗെറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ഇൻ ഇറ്റ്സ് ഫൈറ്റ് അഗെയിൻസ്റ്റ് പോളിയോ. അപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് ഒരു പോളിയോ അല്ലെങ്കിൽ ഒരു വാക്സിൻ ഡ്രിവൺ പോളിയോ കൂടി റീസെന്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. മേഘാലയയിൽ 2 വയസ്സുള്ള കുഞ്ഞിന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. അത് IVD-PV ആണോ അല്ലെങ്കിൽ CVD-PV ആണോ എന്നുള്ള കാര്യം. അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടിരുന്ന ആ ഒരു പോളിയോ വൈറസിന്റെ അകത്ത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി റിലേറ്റഡ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ആണോ അതോ അല്ലെങ്കിൽ മറ്റൊരു വാക്സിൻ ഇഷ്യൂ ആണ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഏത് ലെവലിലാണ് ആ കുട്ടിക്ക് ആ പോളിയോ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബട്ട് ഈ ഒരു ആർട്ടിക്കിൾസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ലെവൽ പോളിയോ, പോളിയോയുടെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ഉണ്ടാവല്ലോ, 5 വയസ്സിലെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നത്. ആ സ്റ്റേജിലേക്ക് വരുന്ന സമയത്തുള്ള പോളിയോ അഡ്മിനിസ്ട്രേഷൻ വളരെ വളരെ കുറവാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റേജൊക്കെ ഈസിയായി നടക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ പോളിയോ ഇൻടേക്ക് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഡോസ് യൂസേജ് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ്. അപ്പൊ ഇതിൽ കുറച്ച് ഡാറ്റാസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു പോളിയോ പോളിയോ ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്കാണ്. ബട്ട് ഇൻ സദേൺ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അറൌണ്ട് 90% ഒരു ടാർഗറ്റ് സദേൺ സ്റ്റേറ്റുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് പോളിയോ യൂസേജിനുമായി ബന്ധപ്പെട്ടിട്ട്. വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശ് അവിടേക്കാണ് കൂടുതലും കുറവ് വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഉത്തർപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശിലേക്ക് ഏകദേശം 90% കവറേജ് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, ആസാം പോലത്തെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ഈ ഒരു പോളിയോ ഇൻടേക്ക് കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പോളിയോ വൈറസിന്റെ വൈൽഡ് പോളിയോ വൈറസ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിയോനെ പറ്റി പറയുന്നുണ്ട്. വൈൽഡ് പോളിയോ, അതുപോലെ തന്നെ ഡിഫ്തീരിയ, DPT, നമുക്ക് ഉപയോഗിക്കുന്ന വാക്സിൻ ടൈപ്പുകളെ പറ്റി പറയുന്നുണ്ട്. പോളിയോ, DPT, ഹെപ്പറ്റൈറ്റിസ് B അങ്ങനെ തുടങ്ങി 2-3 ടൈപ്പ് വാക്സിൻസുകൾ നമ്മൾ പോളിയോന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ടൈമിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. കാരണം പാർട്ടീഷൻ ടൈമിൽ വുമൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പാർട്ടീഷൻ ടൈമിലല്ല, വുമൻസ് നമ്മളിപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈവൻ ദോ ഒരു എന്റർടൈൻമെന്റ് മേഖലയിൽ വുമൻസ് അനുഭവിക്കുന്ന ഇഷ്യൂസുകളൊക്കെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മാറ്റി നിർത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓതേഴ്സിന്റെ ഇടയിലേക്ക് വരുന്ന സമയത്ത് വുമൻസിനെ എങ്ങനെയാണ് മാറ്റി നിർത്തപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ. ഇപ്പൊ ഓതേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് പറയുന്നത് കേട്ടോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളും കൂടി വന്നിട്ടുള്ളത്. അപ്പൊ മറ്റ് പല മേഖലകളിലും വുമൻസിനെ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ, CCEA ഡിക്ലെയർസ് 12 ഇൻഡസ്ട്രിയൽ പാർക്സ് അക്രോസ് 10 സ്റ്റേറ്റ്സ്. അപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് അല്ലെ. അപ്പൊ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം കേട്ടോ. അപ്പൊ പലപ്പോഴും വരും, കാരണം നമ്മുടെ ഫൈനൽ ഏത് വലിയ പ്രൊജക്ടുകളാണെങ്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്തിന് മുന്നേ ആയിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ലോഞ്ച് ചെയ്യുന്നതും അതിന്റെ ഫൈനൽ സ്റ്റഡീസ് നടത്തുകയും ചെയ്യുന്നു. അപ്പം ഇതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 12 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. ഓക്കെ, നമുക്ക് GS പേപ്പർ 3 ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് കേട്ടോ.
അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ഒരു ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ടർ തന്നെ ഒരു ചെറിയൊരു പോയിന്റ് തന്നെയുണ്ട് നമുക്ക് UPSC-ൽ. അപ്പം ഇന്ത്യയിൽ ഏകദേശം 10 സ്റ്റേറ്റുകളായിട്ട് 12ഓളം ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരാൻ പോവുകയാണ്. ഏകദേശം 1.5 ലാക്സ് ക്രോർസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷം വരുന്ന പാർക്കുകളാണ്. പിന്നെ ഈ ഒരു പാർക്കുകളെ കൊണ്ട് 1 മില്യൺ ഡയറക്റ്റ് ആൻഡ് അറൌണ്ട് 3 മില്യൺ ഇൻഡയറക്റ്റ് ജോബുകൾ നൽകാൻ സാധിക്കും. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇവിടെ ജോബ് വരാൻ പോവാണ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പൊ എവിടേക്കാണ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരാൻ പോകുന്നത്. പിന്നെ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ പാർക്സ് ഇനി വരുന്ന ഇൻഡസ്ട്രിയൽ പാർക്ക് പ്ലഗ് ആൻഡ് പ്ലേ മോഡാണ്. അപ്പൊ പ്ലഗ് ആൻഡ് പ്ലേ മോഡ് എന്താണ്? നമുക്ക് അവിടെ ഒരു പ്ലേസ് തന്നിട്ട് നിങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാന്നല്ല, ഓൾറെഡി ഒരു സെറ്റപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മോഡ്. അപ്പൊ പ്ലഗ് ആൻഡ് പ്ലേ മോഡ് അല്ല, നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്ലഗ് ആൻഡ് പ്ലേ മോഡിലേക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിൽ ഏകദേശം രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വീതം ഉത്തർപ്രദേശിലും ആന്ധ്രാപ്രദേശിലും നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഗയ, ബീഹാർ, ദിഗ്ഗി, മഹാരാഷ്ട്ര ദിഗ്ഗി ഏരിയാസിനകത്തൊക്കെ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയൽ പ്രൊജക്ടുകളും അതുപോലെ തന്നെ നിലവിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർസുകൾ 2018 ഒരു 15 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇൻഡസ്ട്രിയൽ കോറിഡോർസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ. 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 2018 2019. അപ്പൊ ഇൻഡസ്ട്രിയൽ കോറിഡോർസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആക്കിയ ആർട്ടിക്കിൾ. അപ്പം പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഇന്ത്യയിലുണ്ട്. നമ്മുടെ മുംബൈ ഡൽഹി റീജിയനിലേക്ക് പോകുന്ന സമയത്ത്, മധ്യപ്രദേശ് റീജിയനിൽ വരുന്ന സമയത്ത്, ഗുജറാത്ത് റീജിയനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെയാണ് കൂടുതലും ഇൻഡസ്ട്രിയൽ റീജിയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർസ് എന്നുള്ളത്. അപ്പം അവിടെയും ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വിസാഖ് ആൻഡ് ചെന്നൈ, ഇതൊരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണ്. ഹൈദരാബാദ് ആൻഡ് ബാംഗ്ലൂരു, ഹൈദരാബാദ് ആൻഡ് നാഗ്പൂർ, ചെന്നൈ ആൻഡ് ബാംഗ്ലൂരു. ഓക്കെ, ഇതാണ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് എന്നുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള കണക്ഷനിലാണെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിസാഖ് ടു ചെന്നൈ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് കാണാൻ പറ്റും. ഇതാണ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഏതൊക്കെയാണെന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഏതാണ്. ഇനി വരാൻ പോകുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർസുകൾ ഇന്ത്യയിൽ എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. മറന്നു പോരുത്, നമുക്ക് എക്സാം സ്പെസിഫിക് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. ഇത് വീണ്ടും ആവർത്തിക്കുന്നത്, ഇതൊക്കെ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ല. ഇത് എപ്പോഴും കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ന്യൂസ് പേപ്പർ. ഏകദേശം നമ്മൾ എല്ലാ ന്യൂസും കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ ന്യൂസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ച എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഡെയിലി നമുക്ക് 8:30 ആയിരിക്കും നമ്മുടെ ന്യൂസ് അനാലിസിസ് സെഷൻ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.